കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് കെ മുരളി. നടപടി സംബന്ധിച്ച് സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ നഗരസഭകളും കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൌൺസിലിൽ യോഗങ്ങൾ ചേരുന്നത്. അതുപ്രകാരം ഏത് കൌൺസിലർക്കും ഏതൊരു വിഷയത്തിന്മേലും പ്രമേയം അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. ഇത്തരം ചർച്ചകളിൽ വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ അത് നിയമാനുസൃതമായി നടത്തണമെന്ന് കൃത്യമായി ആക്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ താൻ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ വോട്ടിനിടണം എന്ന് പറഞ്ഞപ്പോൾ അതിന് സമയം നൽകാതെ ചെയർപേഴ്സൺ കൌൺസിൽ പിരിച്ചുവിടുകയാണുണ്ടായത്. ഇത് ചട്ടവിരുദ്ധമായ കാര്യമാണ്. അതനുസരിച്ച് നയപ്രകാരം എനിക്ക് എൻ്റെ അവകാശം, ഞാൻ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ അത് വോട്ടിനിട്ടെന്ന് പറഞ്ഞപ്പോൾ ചെയർപേഴ്സൺ അതിനെ കാത്തു നിൽക്കാതെ ചെയർപേഴ്സൺ കൗൺസിൽ പിരിച്ചുവിട്ട് കൗൺസിൽ യോഗത്തിൽ നിന്ന് എനിക്ക് പോവുകയുണ്ടായത്. അത് ശരിക്കും ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയർപേഴ്സൺ ചെയ്തത്. ഒരു ചെയർമാന്മാരും മുൻകാലങ്ങളും ചെയ്യാത്ത ഒരു നടപടിയാണത്. കാരണം ഒരു ഏതൊരു കൗൺസിലറുടെ അവകാശം കൂടിയിട്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ മറ്റു കൗൺസിലർമാരും ഞാനിടക്കയിൽ പ്രതിഷേധിച്ചപ്പോഴാണ് ചെയർപേഴ്സന്റെ ഭാഗത്ത് ഇത്രയും ഒരു നിരുത്തരവാദപരമായ ഒരു നടപടി ഉണ്ടായത്. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. മുൻകാലങ്ങളിൽ ഒരു ചെയർമാൻ പോലും ചെയ്യാത്ത നടപടിയാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് മുരളി പറഞ്ഞു. ഒരു കൌൺസിലറുടെ അവകാശത്തെയാണ് ഇവിടെ ഹനിച്ചിരിക്കുന്നത്. RMPയും കോൺഗ്രസും പരസ്യമായി പ്രമേയത്തെ പിന്താങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു. പ്രമേയം പാസായാൽ ചെയർപേഴ്സൺ രാജിവെക്കേണ്ടിവരും എന്ന ഭയം കൂടി നടപടിയുടെ പിന്നിലുണ്ടെന്നും മുരളി കുറ്റപ്പെടുത്തി. പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രമേയത്തിന് കൗൺസിൽ പരസ്യമായി RMPയും കോൺഗ്രസും ഇതിന് പരസ്യമായി ഈ ഞങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന് പിന്താങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു. മാത്രമല്ല ഭരണകക്ഷിയിലെ ഒരു ആശാവർക്കറായ ഒരു കൗൺസിലറും അതുപോലെ തന്നെ ഒരു സ്വതന്ത്രനും ഞങ്ങളെ ഈ പ്രമേയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ ആ പ്രമേയം അവിടെ പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെയർപേഴ്സൺ രാജിവെക്കേണ്ടി വരും. ആ ഒരു ഭയം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ചെയർപേഴ്സൺ അപ്രാളത്തിൽ ഈ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടത്. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ചെയർപേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു നടപടി ഇതാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്.